വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. കുഴയ്ക്കും പരത്തും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബണ്ണാണ്. അതിന് ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് ഇളം ചൂടുള്ള പാലാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലിന് ചൂട് ഒരിക്കലും കൂടി പോകരുത്. കൈ നമ്മളിങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് ഒരു ചൂടുണ്ടാവണം, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊരു 15 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുന്ന എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം കേട്ടോ. ഇനി മുട്ടയും മൈദയൊക്കെ. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയൊന്നും എടുക്കരുത്, ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ വേണം എടുക്കാനായിട്ട്. പിന്നെ ഞാൻ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ നമ്മളിത് കുഴച്ചിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. നമ്മളിത് പക്ഷേ കുഴക്കുന്നൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ വൈകുന്നേരം കുട്ടികൾക്കൊക്കെ ചായക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 കപ്പ് മൈദയാണ് വേണ്ടത്. അപ്പോൾ കുറച്ചായിട്ട് മൈദ ചേർത്ത് കൊടുക്കാം. കാരണം മുട്ടയുടെ അളവിനൊക്കെ അനുസരിച്ച് മൈദൻ്റെ അളവ് ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. അപ്പോൾ ഞാൻ 1 കപ്പ് മൊത്തം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പക്ഷേ ഇത് മതിയാവില്ല. ഞാൻ വീണ്ടും 1/2 കപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1.5 കപ്പ് ഏകദേശം കറക്റ്റ് ആയിരിക്കും ഈ ഒരു അളവിൽ ചെയ്യുമ്പോൾ. അപ്പോൾ അതേ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. നമ്മുടെ കേക്കിൻ്റെയൊക്കെ ബാറ്റർ ഉണ്ടല്ലോ, ആ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് 1 മണിക്കൂറൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ 1 മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെയ്ത് തുടങ്ങാം. മാവ് നല്ല ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഉണ്ടാവുക. നല്ല കോരി ഒഴിക്കാൻ പറ്റുന്ന ടൈപ്പിൽ. പിന്നെ ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അത് നല്ല തിളച്ച് വരുന്ന സമയത്ത് ഇതുപോലെ ഒരു തവിയിൽ കുറച്ച് ഓയിൽ എടുത്തിട്ട് ആ തവി ഒന്ന് നമുക്ക് ഇതുപോലെ മാവ് ഒഴിച്ചിട്ട് നിറച്ച് കൊടുക്കാം. ഒരു പകുതിയോളം ഒഴിച്ചു കൊടുത്താൽ മതി. ഓയിലിന് നല്ല ചൂടുണ്ടാവണം, അതുപോലെ തന്നെ തവി നന്നായിട്ട് ചൂടായിട്ടും ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ നമുക്ക് ഇടുമ്പോൾ അത്ര ശരിയാവണമെന്നില്ല, കാരണം ചൂടൊക്കെ കറക്റ്റായി വരാനുള്ളതാണ്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും ഇത് നമുക്ക് ആ ഒരു സ്പൂണിൽ നിന്ന് വിട്ട് വരുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ മേലേക്ക് കുറച്ചൊന്ന് ഓയിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് തിരിച്ചിട്ട് കൊടുത്താൽ അത് കറക്റ്റായിട്ട് അതിൽ വീണോളും. ഇത് നമ്മളിങ്ങനെ സ്പൂണിൽ ഒഴിച്ചിട്ട് ചെയ്യുന്ന എന്താ വെച്ചാൽ നല്ലൊരു ബണ്ണിൻ്റെ ആ ഒരു രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ഒഴിച്ചുണ്ടാക്കുക. അപ്പോൾ കുറച്ച് പരന്നിട്ടാണ് ഉണ്ടാവുക. പിന്നെ കുഴിയുള്ള പാത്രത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ശരിയായിട്ട് കിട്ടും. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ അടുത്തതും ഇതേപോലെ ഒഴിച്ചിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതേപോലെ തന്നെ ഓയിലൊന്ന് സ്പൂണിൽ നിറച്ചതിന് ശേഷം ഇട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഓരോന്ന് ഇടുമ്പോഴേക്കും ഓരോന്ന് റെഡി ആയിട്ടുണ്ടാവും. തിരിച്ചും മറിച്ചും ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ, എന്നാലേ ഉള്ളിൽ നന്നായിട്ട് വെന്ത് വരുള്ളൂ, നല്ല ബോൾസ് പോലെ ആയി വരുള്ളൂ. അപ്പോൾ ഏകദേശം ഇതൊരെണ്ണം റെഡി ആയിട്ടുണ്ട്. നമുക്കിതെടുത്ത് മാറ്റാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഓയിൽ ഒട്ടും തന്നെ കുടിക്കില്ല. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ചൂടാറിയാലും ചൂടോടെയാണെങ്കിലും ഒക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതേ നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നല്ലൊരു മധുരമുള്ളൊരു ബണ്ണാണിത്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ക്രീം ബണ്ണുണ്ടല്ലോ, അതേപോലെ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഉള്ളിൽ ക്രീമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതുപോലെ ചോക്ലേറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതാണെങ്കിലും കഴിക്കാൻ രസം ഉണ്ടാവും. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യുന്നു വിചാരിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.